തെളിമാനം മഴവില്ലിൻ ശരിയാവില്ല, മറ്റേ സാധനം പിടിക്കണം. തെളിമാനം മഴവില്ലിൻ ആവശ്യമുണ്ടല്ലോ, തെളിമാനം മഴവില്ലിൻ രമണിയും നേരം. തെളിമാനം മഴവില്ലിൻ നിറം, അത് കൊള്ളാം, എട്ട് പിടിക്കും. തെളിമാനം മഴവില്ലിൻ നിറം. ഹായ്. പൊട്ട്, മാല, വിക്കി, ഇൻസ്റ്റാഗ്രാമിലുള്ള വിഘ്നേഷ് അല്ലേ? ഓ, ഞാൻ കൊറേ ദിവസം കൊണ്ടൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. വന്ന് വന്ന് ഒരു ഒറ്റ പാട്ടിന്റെ ട്യൂണും അറിയില്ല, വരി അറിയാത്ത അവസ്ഥയായി. ഇതാണോ സ്ഥിരം വേഷം? ഇതെന്റെ പ്രൊഫഷണൽ കോസ്റ്റ്യൂം. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറ്റി ഒരു വൃത്തിയിലും മേനേന് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട്. അല്ല, ഈ കോസ്റ്റ്യൂം പോരെ? വേണ്ട, ഇച്ചിരി മേനയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു റീല് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ആളെ നല്ല വ്യക്തമായിട്ട് പിടികിട്ടും. ശൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചെരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ. പള്ളി തിരുപ്പള്ളി പൂകളേറും രാക്കുളി നാള സിംഗം ഇറങ്ങുന്ന കാറ്റുക്ക് വീർന്ന് ഇവൻ വേട്ടയ്ക്ക് സെതറ. ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? ഇതാണ് നമ്മുടെ പുതിയ രീതിയിൽ പാട്ടുകളെയൊക്കെ നമ്മുടെ കൺസെപ്റ്റേ മാറ്റിക്കളഞ്ഞ നമ്മുടെ വിഘ്നേഷ്, നമ്മുടെ ഇൻസ്റ്റയില് വിക്കി അല്ലേ? അപ്പൊ നമ്മുടെ വിക്കിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി വിക്കിയെ നമുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് ചോദിക്കാം. എങ്ങനെ ഞാൻ തുടങ്ങണം? വിക്കി എന്ന് വിളിക്കണോ, വിഘ്നേഷ് എന്ന് വിളിക്കണോ? ശരിക്കും ഈ പാട്ടിന് എന്താ പറയാ? നമ്മൾ പാരഡി എന്ന് പറയണോ, എങ്ങനെ പറയണ്ടേ? എനിക്ക് പ്രത്യേകിച്ച് പേര് പറയാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ശരിക്കും. അവര് എന്താ കാറ്റഗറി പോലും എനിക്കറിയില്ല. ഇതിപ്പോ ഒരു ട്രോൾ എന്ന രീതിയിലാണ് തുടങ്ങിയത്. എന്താ ഇങ്ങനെ ഒരു ഈ രീതിയിലൊരു ട്രോൾ എന്ന് പറഞ്ഞ് തുടങ്ങാൻ കാരണം? ട്രോള് ഇത് ശ്രീനാൾ കിഷോറിയുടെ അത് ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന സമയത്താണ് ഈ ഒരു തോട്ട് വന്നത്. എൻ്റെ ഫ്രണ്ട്സിന്റെ തലയിൽ വന്ന തോട്ടാണ് രണ്ടുപേര്. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷെ എല്ലാവരും ട്രോള് ചെയ്യണുണ്ട്, അവർ വേഷമൊക്കെ ഇട്ടിട്ട് ആ പാട്ട് തന്നെ നേരെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് സെറ്റപ്പ്. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസപ്പെടുത്തി യൂണിക്നെസ് കൊണ്ടുവരണ്ടേന്ന് ആലോചിച്ചപ്പോൾ വന്നൊരു തോട്ടാണത്. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങാന്ന് വെച്ചു. അപ്പൊ എങ്ങനെയാ ഞാൻ ചെയ്യുന്നത്? ഇപ്പൊ ഒരു പാട്ട് ഫുള്ളേ പാടുവോ, അതോ ഈ റീലിന് വേണ്ടി അത്യാവശ്യം? ആ റീലിന് വേണ്ടിട്ട് 4 വരി 5 വരി അത്ര കാര്യം. ഇത് ത്രൂ ഔട്ട് കേട്ടോന്ന് ചിലപ്പോ ബോറടിക്കും. പക്ഷെ ഭയങ്കര, അതായത് ഈ എനിക്ക് തോന്നുന്നു 4-5 വീഡിയോ ഇപ്പൊ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ അത് തന്നെ ഭയങ്കരമായിട്ട് വൈറലാ. പക്ഷെ അതിൽ വന്ന കുറച്ച് കമന്റ് ആണ് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഇത് കേട്ട് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ കിളി ഇങ്ങനെ പോകും, ഇത് പാട്ട് ഏതാ ട്യൂൺ ഏതാ എന്ന് മനസ്സിലാത്തൊരവസ്ഥ വരും. അപ്പൊ ഇതിങ്ങനെ പാടുമ്പോ ചിരി വരില്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരാറില്ല. ഞാൻ പാടി ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഔട്ട് കാണുമ്പോൾ എനിക്ക് ചിരി വന്നെ ശരിക്കും. ഞാൻ ആ സമയത്ത് ഞാനൊരു ഒറിജിനൽ പാട്ട് കമ്പോസ് ചെയ്ത് പാടുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നു. എന്തോ ഭാഗ്യം, അല്ലെങ്കിൽ എത്ര ടേക്ക് ഉണ്ട്, ഒറ്റ ടേക്കിൽ കാര്യം കഴിയണോണ്ട് കുഴപ്പമില്ല. അപ്പൊ ക്യാമറ ചെയ്യണവർക്കും ബുദ്ധിമുട്ടില്ല. ക്യാമറ ചെയ്യോ വേറെ സുഹൃത്തുക്കളോ? ഫ്രണ്ട് അനൂപ് ചേട്ടനുണ്ട്, പിന്നെ അതുപോലെ അരുൺ സി വി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവർക്കാണ് ക്യാമറ മാറി ചെയ്യണം. അത് മറ്റേ നേരത്തെ അങ്ങനെ അധികം റീലുകളൊന്നും ചെയ്തിട്ടില്ലല്ലേ? ശരിക്കും ഞങ്ങൾ ഈ മുഖം കാണുന്ന ഇങ്ങനെയാണ്. റീല് ചെയ്തിട്ടുണ്ടെങ്കിലും അത് റീച്ച് കുറവായിരുന്നു. അങ്ങനെ കണ്ടന്റ് വൈസ് ഉള്ള ഇതായിരുന്നു. പക്ഷെ ഇത് ഇത്തിരി മാറി ചിന്തിച്ചുകൊണ്ട് ഇഷ്ടംപോലെ നെഗറ്റീവും പോസിറ്റീവും മിക്സ് ആയിട്ട് വന്നുകൊണ്ടിട്ട്. പക്ഷെ നെഗറ്റീവ് കമന്റ് അല്ല, പക്ഷെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ് ശരിക്കും ഈ വീഡിയോയുടെ താഴെയൊക്കെ വന്നേക്കുന്നത്. അതെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇഷ്ടംപോലെ ഉണ്ട്. പാട്ടിന്റെ ട്യൂൺ തിരിച്ചു തന്നിട്ട് പോടാന്നൊരു കമന്റ് ഉണ്ട്. അത് മാത്രമല്ല, ഇഷ്ടംപോലെ കമന്റ് എന്ന് വെച്ചാൽ പാട്ടിനേക്കാളും രസമായിട്ടുള്ള കമന്റുകൾ ഉണ്ട് അതിനകത്ത്. എനിക്ക് വായിച്ച് പാട്ട് കേൾക്കുന്നതിനേക്കാളും ചിരി വരുന്നത് ഈ കമന്റ് വായിക്കുമ്പോൾ. അത് അടിപൊളിയായിട്ടുള്ള കമന്റ് കുറെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ പാടാൻ ഞാനിപ്പോ ഒരു 4 വരി പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടിത്തരാൻ പറ്റുമോ, അതോ നമ്മൾ പ്രിപ്പയർ ചെയ്യണോ? പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാര്യം ഇപ്പൊ ഒരു വരി കിട്ടി, അതിന് പറ്റിയൊരു സിനിമ പാട്ടിന്റെ തലയിലേക്ക് വന്നു, രണ്ടും മാച്ച് ചെയ്ത് നോക്കണം. എനിക്കിപ്പോ നിലവില് ഇത്തിരി ടൈം എടുക്കും അതിന്. ഇപ്പൊ വൈറലായിട്ട് നിൽക്കുന്നത് പാലപ്പള്ളിയോ? പാലപ്പള്ളിയാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കണം. അതൊന്ന് പാടുവോ?
പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. കണ്ട ശരിക്കും ഇത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും മറന്നുപോയി. ഇതേതാ പാട്ട്, ഏതാ ട്യൂൺ ഏതാന്ന് പെട്ടെന്ന് ഒരു സെക്കൻഡ് നമ്മൾ മറന്നു പോകും. സീരിയസ്ലി മറന്നു പോകും. പക്ഷെ ഞാൻ പാടുമ്പോ എനിക്ക് തോന്നണില്ല. ഇനി എന്താ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പാടി പഠിച്ചു ഇനി ഒറിജിനൽ പാടാൻ പറയുമ്പോ പാലാപ്പള്ളി അല്ലാതെ നോർമലി പാടാൻ പറഞ്ഞാൽ പറ്റുമോ? പെട്ടെന്ന് സ്വിച്ച് ചെയ്യണ ചിലപ്പോ ബുദ്ധിമുട്ട് വരും. ഞാൻ അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടില്ല, ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി ചിലപ്പോ സ്വിച്ച് ചെയ്യുമ്പോ ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും രണ്ട് ഇതിൽ നിൽക്കണല്ലേ. ഈ പണ്ട് നമ്മൾ ഈ എന്താ പറയാ, ഈ ഞാൻ കുറച്ച് ആളിങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയ സമയത്ത് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പൊ അവൻ ഈ തിരുവനന്തപുരം എന്ന് പറയില്ല, തിരുവനന്തപുരം എന്ന് പറയും. അപ്പൊ ഇതിങ്ങനെ ബൈഹാർട്ട് ആയിട്ട് പിന്നെ എനിക്ക് തിരുവനന്തപുരം എന്ന് വരില്ല, തിരുവനന്തപുരം എന്ന് വെക്കുന്നത്. അതേപോലെ ഇതിങ്ങനെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളും ഇതിങ്ങനെ പാടിപ്പോവും. നമ്മുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ സ്കന്ദഷഷ്ടി ട്യൂഡിൽ ഒരെണ്ണം ചെയ്തായിരുന്നു. അതിപ്പോ സ്കന്ദഷഷ്ടിയാണ് തുടക്കം സ്റ്റാർട്ട് ചെയ്തത്. അത് ശൂരമ്പടയുടെ ചെമ്പട പൊട്ടി നരനിലെ പാട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് തുടങ്ങിയത്. പിന്നെ സ്കന്ദഷഷ്ടി രണ്ടാമത് ചെയ്തത് ഇപ്പൊ ലിയോന്റെ ബാഡാസ്. അതും കണ്ടു. അതും ഭയങ്കര കമന്റുകളുണ്ട്. അത് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇഷ്ടംപോലെ കമന്റ് സ്റ്റോറി ഇഷ്ടംപോലെ മെൻഷൻസ് വരുന്നുണ്ട്. എന്നടാ പണി വെച്ചൊക്കെ എന്നൊരു കമന്റ് കണ്ടു. അതായത് അവര് ഞെട്ടിപ്പോയി കാണും. എന്താന്ന് മനസ്സിലായി. അനിരുദ്ധിനെ കുറെ മെൻഷൻ ചെയ്ത് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. എന്താ കാണണില്ലേ, നിങ്ങളൊന്നും കാണണില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴേ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യോ? ഇങ്ങനെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അയച്ചു കൊടുക്കും. അപ്പൊ അവര് ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റും. കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. അതൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിൽ ഓക്കെ അവര് പറയണേന്ന് വെച്ചാൽ അതെടുത്തിട്ടാണ് പാടുന്നത്. ഇങ്ങനെ പുറത്തൊക്കെ അയൽവക്കത്ത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടുകാർ മാത്രമേ എന്നോട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി ആൾക്കാരൊന്നും അങ്ങനെ. വീട്ടിലാരൊക്കെയാ? വീട്ടില് അച്ഛനമ്മ, പെങ്ങളുണ്ട്, മാരീഡാണ്. അച്ഛനും അമ്മയൊക്കെ എങ്ങനെ? അവർക്കൊക്കെ ഇഷ്ടമായി. ഞാനിപ്പോ ആദ്യം മറ്റേ ശൂരമ്പട ചെയ്തിട്ട് അവരെ ആദ്യം കാണിച്ചു കൊടുത്തു, ഷൂട്ട് ചെയ്ത് ഔട്ട് എടുത്തിട്ട്. അപ്പൊ അവരും ചിരിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി താല്പര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അവർക്ക്. പിന്നെ അങ്ങനെ ചെയ്തു പോയത്. ഇനി വേറെ ഓണത്തിന് ഓണത്തിന് സ്പെഷ്യൽ ഉണ്ട്. അത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാം, ഇനിയിപ്പോ ഇറക്കാനായിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും ഈ ഒരു പക്ഷെ ഈ ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കിയപ്പം കുറെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങളെ കുറെ ട്രോളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തേക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് ബേസ് ചെയ്ത് കുറെ ട്രോളൊക്കെ ഇങ്ങനെ വിട്ടു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, സമൂഹത്തിനോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹമുണ്ട് ഇല്ലേ, എന്തൊക്കെയോ പ്രതിഷേധം അറിയിക്കാനുണ്ട് എന്ന് തോന്നി. അത് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ആ സമയത്ത് തോന്നുമ്പോഴത്തേക്കും മനസ്സിലൊരു ഫ്രസ്ട്രേഷൻ വരും. അത് ട്രോള് പോലെ ചെയ്തിട്ട് അങ്ങ് ഇടും. കുറച്ച് സമാധാനം കിട്ടും. അപ്പൊ ഇതിപ്പോ ഒരു വ്യത്യസ്ത ട്രോൾ. ഈ ശരിക്കും ഹിന്ദു ഭക്തിഗാനങ്ങളും നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ 4 റീലും ചെയ്തേക്കുന്നത്. ഇനി ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിൽ ചെയ്യാൻ അതൊക്കെ പ്ലാനിലുണ്ട്. കുറച്ചുനാള് ഹിന്ദുവിലൊന്നും ഓടട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ക്രിസ്ത്യാനോ മുസ്ലിമിലേക്ക് ചാടാലോ എന്ന് പറഞ്ഞത്. അങ്ങനെ ആ രീതിയിലൊന്നും കമന്റുകളൊന്നും വന്നിട്ടില്ലല്ലോ എന്തോ അല്ലേ? ഇല്ല, അങ്ങനെ മാറ്റി ചെയ്യാനായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇനി ഒന്ന് തിരിച്ചു ചെയ്ത് നോക്കാം. അതായത് ഈ ഇപ്പം ഭക്തിഗാനം സിനിമ ട്യൂണിൽ പാടിയാലോ? നോക്കി നോക്കണം. ഇത് ഇപ്പൊ ഇത്രയും നാള് നമ്മള് ഭക്തിഗാനത്തിന്റെ ട്യൂണിൽ സിനിമ പാട്ട് പാടി. അപ്പൊ ഇനി സിനിമാ പാട്ട്, ഭക്തിഗാനം സിനിമാ പാട്ടിന്റെ ട്യൂണിലൂടെ പാടി നോക്കാം. ഇതൊന്ന് കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈകാതെ വരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നോർമലി ഒരു പാട്ട് പാടൂല്ലേ? നോർമലി പാട്ട് പാടല് കുറവാണ് ശരിക്കും. എന്നാലും പാടുന്നുണ്ടല്ലോ നന്നായിട്ട്. അതിപ്പോ ഞാനങ്ങനെ പാടാറില്ല. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഓണത്തിന് ഇപ്പൊ ഈ പുറത്തിറങ്ങിയ ഓണത്തിന്റെ ഈ ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ. ഓണത്തിന്റെ പാട്ട് തിരുവാവണി രാവ് എന്ന് പറഞ്ഞ സോങ്ങാണ്.
അത് അമ്മേ നാരായണയിലേക്ക് മാറ്റി ചികിത്സിക്കണത്. 2 വരി പാടാം. 2 വരി. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കുറച്ചും കൂടെ ഉണ്ട് അത്. പിന്നെ ആദ്യം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് ആദ്യം നരനില പാട്ടാണ്, ശൂരമ്പടയുടെ ചെമ്പട കൊട്ടിയെന്ന്. അത് സ്കന്ദഷഷ്ടി കവചമായിട്ട് കൊളാബ് ചെയ്തിട്ടൊരു. അത് പക്ഷേ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ആദ്യം പോസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് പാലാപ്പള്ളി. അല്ല, അതിനുശേഷം നന്ദനത്തിലെ സോങ് കൊട്ടാരമുറ്റത്തെ ആ ടോണായിട്ട് കൊളാബ് ചെയ്തിട്ട് അതായിരുന്നു. അതൊന്ന് പാടൂ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. ഞാനൻ മിഴുനാളമണയാതിരിച്ചും നീരും നെഞ്ചകം മകിലായി പുകച്ചും പാഴും കരൽ തടം കണ്ണീരാൽ നനച്ചും തേടി നടന്നു തളർന്നു കൃഷ്ണ. ശരിക്കുള്ള പാട്ട് ഏതാ? ശരിക്കുള്ള പാട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലപ്പള്ളി. ആദ്യം നരനിലെ പാട്ട്, അതും കൂടെ. ശൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം വീരം പടയുടെ പൊന്മുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലി കുന്നിന്മേലെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലിടി മേളം വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. എന്തായാലും ഇത് ലാലേട്ടൻ കാണും എപ്പോഴെങ്കിലും. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എപ്പോഴായാലും ഇതിനൊരു മറുപടി പ്രതീക്ഷിച്ചോ. എങ്ങനെയാലും ലാലേട്ടൻ്റെ അടുത്ത് ഇത് എത്തും. എന്തായാലും ഇപ്പോൾ 4 വീഡിയോ വൈറലായി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി ഇതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തു പോവല്ലേ? കോൺസെൻട്രേറ്റ് അധികം കാലം മുന്നോട്ട് പോകണേ. ഞങ്ങൾക്ക് ശരിക്കും താല്പര്യം എന്ന് പറഞ്ഞാൽ മൂവിയാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കുറച്ച് ടീമുണ്ട്, ഒരു 4-5 പേരുള്ള ടീമുണ്ട്. വെള്ളാന മീഡിയ എന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂട്യൂബുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ജസ്റ്റ് ഒരു പ്രൊമോഷൻ പോലെ ഒന്ന് അക്കൗണ്ട് ഒന്ന് റീച്ച് ആക്കി എടുക്കാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ ഷോർട്സ് ആണ് ഉദ്ദേശിക്കുന്നത്, കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഷോർട്ട് ഫിലിംസ് സ്ക്രിപ്റ്റ് റെഡിയാണ്, അത് മെയിൻ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഫണ്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പ്രൊഡ്യൂസറെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രൊഫഷൻ എന്താ? അപ്പോൾ ഞാൻ അക്കൗണ്ട്സിലാണ്. അപ്പോൾ അതിന് കൂടെ ഇത് ഫ്രീ ടൈമിൽ? അതെ, ഞാൻ അക്കൗണ്ട്സ് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓഫീസിലൊക്കെ ഉള്ളവരുടെ റെസ്പോൺസ്? ഓഫീസിലൊക്കെ നല്ല സപ്പോർട്ട്. അവർ അടുത്ത വീഡിയോ എന്താണ് അങ്ങനെ ചോദിച്ച് അങ്ങനെ ചെയ്യണം. മറ്റേ ഫ്രണ്ട്സിന്റെ സപ്പോർട്ടല്ലേ? ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ഓൾമോസ്റ്റ് ഷോപ്പിലുള്ള ഫ്രണ്ട്സ് പോയാലും അതെ, എല്ലാവരും സപ്പോർട്ടാണ്. ആരും നെഗറ്റീവ് അങ്ങനെ പറയണ്ട, ഇനി ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ടെന്ന്. ഈ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ ആൾക്കാർ? ഐഡന്റിഫൈ ചെയ്യണം. എനിക്ക് പൊട്ടിന്റെ കുറവുണ്ട് ചിലപ്പോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. പക്ഷെ ഇങ്ങനെ ഞങ്ങളുടെ തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ ഇപ്പൊ അത്താഴത്തിന്റെ പരിപാടി നടക്കുന്നു. അപ്പൊ ഞാൻ അത്തത്തിന്റെ അന്ന് പോയപ്പോഴത്തേക്ക് ഒരു പുള്ളി ഓടി വന്നിട്ട്, ദീപക് എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര്, പുള്ളി ഇങ്ങനെ ഓടി വന്ന് വച്ചാല് തിരക്ക് കിടക്കണായിരുന്നു, നിങ്ങൾ പാട്ട് ഭയങ്കര ഇഷ്ടമായി, എന്നിട്ട് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. സെൽഫിക്ക് എടുത്തിട്ടുണ്ട്. കൂടെ വന്നവരെ കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ചറിയാൻ തുടങ്ങിയ ഇതിൽ ചോദിച്ചു. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നില്ലേ? ഞാൻ എന്താ സംഭവിക്കണമെന്നായി പോയി. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഞാൻ വേറെ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ. ഇങ്ങനെ ഒരു രീതിയിലൊന്നും ഇതുവരെ അങ്ങനെ. നമ്മൾ പാരഡി സോങ്സ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ, കാരണം ടോട്ടലി ഞങ്ങളെല്ലാം മറന്നു പോന്നു. മീൻസ് വരി മറന്നു പോന്നു, ട്യൂൺ മറന്നു പോന്നു, ഞങ്ങൾക്ക് തന്നെ തെറ്റിപ്പോവും. അപ്പം ആ രീതിയിലോട്ട് മാറുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഈ കുട്ടികളുടെ ഇടയിൽ പോയി നോക്കണം, അവർക്കായിരിക്കും കുറച്ചുകൂടെ, അവരായിരിക്കും ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പുതിയ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തൊക്കെയാ? ഇപ്പൊ കുറച്ചാൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വെച്ച്, പിന്നെ റിലീജിയനൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക, പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ സിനിമ പാട്ട് നേരെ തിരിക്കുക, അങ്ങനത്തെ പ്ലാൻ ഉണ്ട്. പിന്നെ ഭാവിയെ കുറിച്ച്? ഭാവിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ സിനിമ തന്നെയാണ് മെയിൻ. കല്യാണം
കല്യാണത്തിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കണില്ല. എന്തായാലും ഇപ്പൊ കുറച്ച് ആരാധികമാരൊക്കെ വന്നു കാണുമല്ലോ. അങ്ങനെ ആരാധികമാര് അങ്ങനൊന്നും പറയാനില്ല ശരിക്കും. വരും, ഉറപ്പായിട്ട് വരും, വരണമെങ്കിൽ വരട്ടെ, ഉറപ്പായിട്ട് വരും. അപ്പൊ ഇങ്ങനെ എല്ലാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗാ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ പുതിയ വീഡിയോ എന്തായാലും ഓണത്തിന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അതെന്തായാലും നമുക്ക് കിട്ടി. ഇനി ഒരുപാട്, അതായത് ഇപ്പം ഈ വരികൾ എഴുതുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാ ഈ പാട്ട് ആദ്യം ഈ ട്യൂണുമായിട്ട് മാച്ച് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും എഴുതി നോക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ജസ്റ്റ് ലിറിക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. പെട്ടെന്ന് പാട്ട് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ലിറിക്സ് നോക്കും. അപ്പൊ അത് എന്നിട്ട് എന്റെ മൈൻഡിൽ വല്ല ആ സമയത്ത് വല്ല ട്യൂൺ വന്നു കഴിഞ്ഞാൽ അത് ഇതുമായിട്ടൊന്ന് പാടി നോക്കും. പാടി നോക്കി സെറ്റ് ആയില്ലെങ്കിൽ പിന്നെ മാറ്റും, വീണ്ടും പാടി നോക്കും. അങ്ങനെ 2-3 ട്യൂൺസ് ഒക്കെ എടുത്തു വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫൈനലൈസ് ചെയ്യും. അപ്പൊ തന്നെ നേരെ റെക്കോർഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും. അപ്പൊ ഈ കോസ്റ്റ്യൂമോ അതെന്താ അങ്ങനെ? കോസ്റ്റ്യൂം ശരിക്കും ഈ കുറി മാത്രം ഫ്രണ്ട്സ് പറഞ്ഞു തന്നുള്ളൂ. ഇത് പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്ന, എന്നാ മുണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്താലോ എന്ന്. ഒരു മാലയുണ്ട്, ആ മാലയൊക്കെ ഐഡന്റിറ്റിയാ. അതെ, അതാണ് ഇപ്പൊ ഐഡന്റിറ്റി. മീൻസ് അത് കാണുമ്പോഴാണ് പെട്ടെന്ന് ആൾക്കാർ സ്ട്രൈക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ പുതിയ പ്ലാൻസ് ഷോർട്ട് ഫിലിം, പിന്നെ അങ്ങനെ ഫിലിമിലോട്ട് അല്ലേ? അതാണ് ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. സ്ഥലം വന്നിട്ട് തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ. തമിഴ്നാട് വരെ എത്തിയ ആ റീല് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പാടണം. சிங்கம் இறங்குன காட்டுக்கு விழுந்து இவன் வேட்டைக்கு செதறனும் பயந்து பெரும் புலிக்கெல்லாம் முற்று புலி எழுதி கொடலுருவர சம்பவம் உறுதி இதுவரையில நல்லவ இருந்தா பேடாஸ் மிஸ்டர் லியோதாஸ் இஸ் எ பேடாஸ் இந்த கதையில ராட்சச முகந்தா பேடாஸ் மிஸ்டர் லியோதாஸ் இஸ் எ பேடாஸ். എങ്ങനെ ഇങ്ങനെ ചിരിക്കാതെ പാടാൻ? അതെ ഞാൻ പറഞ്ഞത്, എനിക്ക് പാടുമ്പോ എനിക്ക് ആ ചിന്തയാണ്, ആ ട്യൂൺ എങ്ങനെങ്കിലും സെറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇനിയും കുറച്ചുകൂടി ഇനി വീഡിയോകൾ കൂടുതൽ വൈറലാകുമ്പോ പുറത്തൊക്കെ ഇറങ്ങുമ്പോ എന്തായാലും പാടിപ്പിക്കും ആൾക്കാർ കാണുമ്പോ. നടോട്ടൊന്നും പാടേണ്ടി വരുമല്ലോ ആലോചിക്കണേ. എന്തായാലും പാടിക്കും. ഇനിയിപ്പം വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? പുതിയ എന്തെങ്കിലും ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്? ട്യൂൺ ചെയ്തത് 3-4 ഉണ്ട്. അത് പക്ഷെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിനിപ്പോ റെക്കോർഡ് ചെയ്യണം, അയച്ചു കൊടുക്കണം. ഒരു ഫുള്ള് ഒരു സോങ് ഒരു ദിവസം ഫുള്ള് പാടണം, ഒരു ട്യൂണില് ഫുള്ള് പാടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ ഫുള്ള് പാടി വരുമ്പോഴത്തേക്കും നോക്കണം. രണ്ടുകൂടെ മാച്ച് ചെയ്യണം അല്ലേ ഓരോന്നും? അത് ഏതെങ്കിലും ഒരു ഒന്നല്ലെങ്കിൽ ചരണത്തിലോ എവിടെയെങ്കിലും കേട്ട് പണി കിട്ടും. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പാട്ട് പഠിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. 1 മാസം ഒന്ന് പോയായിരുന്നു. പിന്നെ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തിരിച്ചു പോകുന്നു. ആ സാർ ഇപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ അവനെ അന്ന് അത് പഠിപ്പിച്ച് വിട്ടാ മതിയായിരുന്നു. അവനത് മര്യാദയ്ക്ക് പാടിയെന്ന് വിചാരിച്ചാണ്. പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഇതൊന്നും ഈ പരിപാടിക്കൊന്നും പോകില്ലായിരിക്കും. ശരിയാ, അതിന് കുറച്ച് സീരിയസ് ആയി. സംഗീതത്തെ കൊല്ലാൻ തോന്നുന്നല്ലോ. പക്ഷെ ഇത് കൊല്ലല്ലേ കേട്ടോ ശരിക്കും. കാരണം ട്രോളൊക്കെ കുറെ ഉണ്ടാവുമെങ്കിലും ശരിക്കും കേട്ടിരിക്കാൻ ആൾക്കാർക്ക് വേണ്ടത് ഇതൊക്കെ തന്നെയാണ്. കേട്ടിരിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നമ്മളായാലും ശരിക്കും എൻജോയ് ചെയ്യും. നമ്മളായാലും കണ്ടിപ്പം ഒരു റീലായിരിക്കും നമ്മുടെ കണ്ണിപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യും, എടുത്ത് വെച്ച് നമ്മൾ ആ 2-3 റീൽ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇൻസ്റ്റ പേജ് ഫുള്ള് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ഈ സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളോട് പ്രതികരിച്ചേക്കുന്ന കണ്ടു, ട്രോള് ബേസ് ചെയ്തിട്ട്. അതാ ഞാൻ ആദ്യം ചോദിച്ചത്. ട്രോള് കോൺസെപ്റ്റ് ഇങ്ങനെ സോഷ്യലി എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അവൻ ചെയ്യാറ്. അവൻ പറഞ്ഞു എടാ ഇങ്ങനെ സംഭവം നമുക്ക് അങ്ങനെ ട്രോൾ ചെയ്താലും. അങ്ങനെ ഞാൻ ചെയ്തു പോകണം. കൂടുതൽ ട്രോളുകളും അവൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെ. ജുനൈഡ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ കോൺട്രിബ്യൂഷൻ എടാ നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ട്, നമുക്ക് അതങ്ങനെ ചെയ്താലോ. അങ്ങനെ അവൻ ആണ് ഹേമ കമ്മിറ്റിയുടെ സബ്ജക്റ്റ് എടുത്തിട്ടത്. അപ്പൊ ഞാൻ ആലോചിച്ച പിന്നെ ബാക്കി മൊത്തം എന്റെ പണിയാണ്. അവൻ കോൺസെപ്റ്റ് പറഞ്ഞു തരും, ഞാൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു വലിയ പ്ലാറ്റ്ഫോം അല്ല ഇൻസ്റ്റ പോലുള്ള ഐഡിയകളെ. കാരണം നമുക്ക് ഇങ്ങനൊക്കെ നമ്മുടെ എന്തായിക്കട്ടെ നമ്മുടെ കഴിവുകളെ, ഏത് രീതിയിലുള്ള കഴിവുകളെയും പുറത്തോട്ട് കൊണ്ടുവരാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റ, FB എന്ന പോലെ നല്ല റീച്ച് എത്തിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പുറത്തിറങ്ങി നമുക്ക് കഴിവുണ്ട്, പക്ഷെ എത്ര പേര് അറിയിക്കാൻ പറ്റും? മാക്സിമം ഒരു 10 പേരോട് അത്. പക്ഷെ ഇൻസ്റ്റ ആകുമ്പോഴത്തേക്കും എല്ലാവരും ആക്സസിബിൾ ആണല്ലോ, കയ്യിലിരിക്കുകയാണല്ലോ. അപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. അതിന്റെ റിയാക്ഷനും അപ്പൊ തന്നെ അറിയാം. കമന്റ് ആയിട്ടാണെങ്കിലും ലൈക്ക് ആയിട്ടാണെങ്കിലും റിയാക്ഷനും അപ്പൊ തന്നെ കിട്ടും.
അപ്പം ഒരുപാട് സന്തോഷം ഓണത്തിന് ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനും ഇപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണാശംസകൾ അല്ലെ അതൊരു പാട്ടിലൂടെ ആയാലും മതി, ഒന്ന് നല്ലൊരു പാട്ട് പാടിക്കോ. തിരുവാവണിരാവ് തന്നെ പാടാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അപ്പം ഞങ്ങളുടെ ഫ്ലോറിലെത്തി ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ റീലുകളിലൂടെ പ്രശസ്തി ഇങ്ങനെ കൊടുമുടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഇത്രയും നേരം ചിരിപ്പിച്ചതിന് ഒരുപാട് നന്ദി.